ആദ്യത്തെ ടീം ഡെക്കർ പ്രോപ്പർട്ടി റെന്റൽ സ്റ്റോർ മേക്ക് മൈ പാർട്ടിയുടെ തേർഡ് ഷോപ്പ് ദാ കോഴിക്കോട് തുടങ്ങിയിരിക്കുകയാണ്. കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്റെ തൊട്ടടുത്താണ്, പന്തീരങ്കാവ് ജംഗ്ഷനിലാണ് നമ്മുടെ പുതിയ സ്റ്റോർ വന്നിട്ടുള്ളത്. അപ്പോൾ കോഴിക്കോട് മേക്ക് മൈ പാർട്ടിയുടെ ആ സ്റ്റോറിലുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ. പന്തീരങ്കാവ് ജംഗ്ഷനിലെ മലബാർ ആർക്കേഡിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ സ്റ്റോർ വരുന്നത്. നമുക്ക് മലപ്പുറത്തുകാർക്കാണെങ്കിലും കോഴിക്കോടുകാർക്കാണെങ്കിലും ഈസിലി എത്താവുന്ന ഒരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ മേക്ക് മൈ പാർട്ടി കോഴിക്കോട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇവിടേക്ക് എത്താം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ട് നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. കണ്ടോ എന്ത് ഭംഗി അതൊക്കെ കാണാൻ. ഒറിജിനലെ വെല്ലും ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് സെലിബ്രേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുഞ്ഞൊരു സെലിബ്രേഷൻ പോലും ഇപ്പൊ നമ്മൾ വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന കാലമാണ് അല്ലേ. നമുക്കൊരു കുഞ്ഞു ഇവന്റ് പോലും നമ്മൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെലിബ്രേഷന്റെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളൊരു കുഞ്ഞു കുട്ടി ബേബി ഷവറിൽ തുടങ്ങുകയാണ്. ബേബി ഷവർ ഉണ്ട്, അതുപോലെ ഹാഫ് ബർത്ത്ഡേ വരുന്നുണ്ട്, ഫസ്റ്റ് ബർത്ത്ഡേ വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നമുക്ക് കുഞ്ഞുകുട്ടിക്ക് ഒരു പല്ല് മുളക്കില്ലേ, അതുപോലും ആഘോഷിക്കാനായിട്ടുള്ള അവസരം ഇവർ ഒരുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫസ്റ്റ് ഹെയർ കട്ട്, അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള ആ ഒരു സെലിബ്രേഷൻ, ആ ഒരു മൂഡ് വരണമെങ്കിൽ എന്ത് വേണം? ഡെക്കറേഷൻ വേണം. ആ ഡെക്കറേഷൻ ആയിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഇതൊന്ന് വാങ്ങി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഈസി ആയിട്ട്. അപ്പോൾ അങ്ങനെ സെലിബ്രേഷന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുട്ടിയുടെ ആ ഒരു പല്ല് മുളയ്ക്കുന്നത് അല്ലെങ്കിൽ മുടി വെട്ടുന്നത് തുടങ്ങിയിട്ട് ആഘോഷങ്ങളാണ്. പിന്നെ അങ്ങനെ പോയി ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, ഹാപ്പി ബർത്ത്ഡേ, അങ്ങനെ ഹൽദി, വെഡ്ഡിങ്, അങ്ങനെ പോകുന്നുണ്ട്. എല്ലാം റിംഗ് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളാണ് നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്നത്. ഇതൊരു സൈക്കിളാണല്ലേ, ഇതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളല്ലേ. അപ്പൊ ആ ഒരു ആഘോഷങ്ങൾ എന്തോ ആവട്ടെ, അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ഡെക്കറേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനായിട്ട് എന്ത് വേണോ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇതൊക്കെ നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്ന ഐറ്റംസ് ആണ്. ഇതിൽ ഇഷ്ടമുള്ളത് നോക്കി നമുക്ക് ഇപ്പൊ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ സ്പൈഡർമാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ സ്പൈഡർമാന്റെ ഈ ഒരു ഡെക്കോർ കൊണ്ടുപോയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതല്ല അങ്ങനെ ഓരോ ബാർബിക്ക് വേണമെങ്കിൽ അതുണ്ട്. അങ്ങനെ ഓരോ ഐറ്റംസും നമുക്ക് നോക്കി ആ ഒരു ഇഷ്ടാനുസരണം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ബലൂൺസിന്റെ ഒക്കെ ഒരു കളക്ഷനാണ് ഇവിടെ. എത്ര വെറൈറ്റി കളേഴ്സ് ആണല്ലേ. ഗ്ലിറ്ററിങ് ബലൂൺസ് ആണ് ഇതിൽ കൂടുതൽ. ഇപ്പോൾ അതല്ലേ ആ ഒരു ഭംഗിയുള്ള. അത് കൂടാതെ ഈ ഒരു ബലൂണൊക്കെ നമ്മൾ ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഷെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ബലൂൺസ് ആണ് ഇവിടെ ഉള്ളത്. ഷേപ്പിലുള്ളതും അതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് പല ബലൂൺസ്. നമ്മൾ കാണാത്ത പല കളേഴ്സും ഉണ്ട് കേട്ടോ. ഗോൾഡൻ, സിൽവർ, ബ്ലാക്ക്, വൈറ്റ്, ഗ്രീൻ, വൈലറ്റ്, അങ്ങനെ പോകുന്നുണ്ട്. മെറൂൺ ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഒരു കളറൊക്കെ, ഗ്രേ ബലൂണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഏത് കളർ വേണം അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതും പല ഷേപ്പൊക്കെ, അങ്ങനെ നമുക്കങ്ങനെ ഒരു ഷേപ്പിലുള്ള ബലൂൺസ് ഇല്ലേ, അപ്പൊ അതൊക്കെ വേണമെങ്കിൽ അതുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ മൈൻഡിൽ എങ്ങനെയാണോ ഒരു ഇവന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രോപ്പർട്ടീസ് ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പേരൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് സ്പെല്ലിംഗ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാം. ഇയേഴ്സ് ഇവിടുന്ന് നമ്പേഴ്സ് കൊണ്ടുപോകാം. ഇതൊക്കെ റെന്റലാണ്. അപ്പൊ നമുക്ക് അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ ചെറിയൊരു എമൗണ്ട് അല്ലേ വരുള്ളൂ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കളേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ബലൂൺ ബ്രൈറ്റൻ ഒരു സ്പ്രേ ആണ്. അപ്പൊ ഇത് നമ്മുടെ ബലൂണിന്റെ ആ ഒരു ബ്രൈറ്റ്നെസ് കൂട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് പാർട്ടി പോപ്പ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു സെലിബ്രേഷൻ എങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് വേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. നമ്മളൊരു നെയിം റിവീലിംഗ് സെറിമണി ആണ് നടത്തുന്നതെങ്കിൽ അതിന് പലതരത്തിൽ നെയിം റിവീൽ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. നമ്മുടെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ഒരു ആഘോഷം എങ്ങനെ വേണം എന്നൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അതിനെ 100% നമ്മുടെ മൈൻഡിലുള്ള പോലെ തന്നെ അല്ലെങ്കിൽ അതിനും ഗംഭീരമാക്കാനായിട്ട് വേണ്ടതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇനി നമ്മളൊരു കസ്റ്റമൈസ്, നമുക്ക് വലിയ ഐഡിയ ഇല്ല അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്, ഡെക്കോർ സെറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫോൾഡബിൾ സെറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് കാറിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഈസിയാണ്. ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെറ്റപ്പാണ്. അപ്പൊ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ബലൂൺസും അതുപോലെ ഇവിടെ കേക്ക് വെക്കുക, അവിടെ ആവശ്യമുള്ള ബലൂൺ, മറ്റു ഡെക്കറേഷൻസ് എന്തൊക്കെ വേണോ അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് പല തീമിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇതൊരു തീമാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് തീമിലൊക്കെ ആണെങ്കിൽ ഇതുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് അനിമൽസിനെയൊക്കെ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫോറസ്റ്റ് ആയി അല്ലേ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ വേറെ തീം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടർഫ്ലൈ വരുന്ന ഒരു തീമുണ്ട്. അപ്പോൾ നിറയെ ബട്ടർഫ്ലൈനെ ഇഷ്ടമുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവരുടെ ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനെ ഒരു തീം വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക്
വേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഡെക്കോർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ റെന്റിന് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു 25ഓളം തീമാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്, വേറെ എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി, ഇവരത് സെറ്റ് ചെയ്ത് തരും. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഇവന്റ് സെലിബ്രേഷൻ വരുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് നമ്മുടെ ആ സെലിബ്രേഷന് വേണ്ടിയിട്ട് മുടക്കാനായിട്ട് കുറച്ച് മടിയുണ്ടാവും. ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ ഒക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, അതൊക്കെ തന്നെ നമുക്ക് കുറച്ച് ചിലപ്പോൾ നമുക്ക് അത്രയും അഫോർഡബിൾ ആയിരിക്കില്ല. പക്ഷെ ഇതിനൊന്നും വലിയ റേറ്റ് വരുന്നില്ല, വളരെ ഒരു മിനിമൽ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ ഒരു ഡെക്കോർ എടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 2,999 ആണ്. 2,999 ആ ഒരു തീം മുതൽ തുടങ്ങുകയാണ്. പിന്നെ അങ്ങോട്ട് റേഞ്ച് മാറി വരും, നമുക്കത് നോക്കി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിൽ ആഡ് ഓൺ ചെയ്യാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേക്ക് സ്റ്റാൻഡ്സും അതുപോലെ കാൻഡിൽ സ്റ്റാൻഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇഷ്ടമുള്ള സ്റ്റാൻഡ് നമ്മൾക്ക് നോക്കി കൊണ്ടുപോകാം. നമ്മുടെ ആ ഒരു തീമിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റാൻഡൊക്കെ എടുത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരുപാട് കാലത്തേക്ക് ആവശ്യമില്ലല്ലോ, ഒരു ഇവന്റ് ഒരു സെലിബ്രേഷന് വേണ്ടി മാത്രമല്ലേ. അപ്പൊ അത് കഴിഞ്ഞാൽ അത് റെന്റിന് എടുക്കുകയാണ് എപ്പോഴും ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സെലിബ്രേഷൻ വരുമ്പോൾ വേറൊരു തീമാണല്ലോ നമ്മൾ മിക്കവാറും പ്രിഫർ ചെയ്യാം. അപ്പൊ നമുക്ക് റെന്റിന് എടുക്കുന്നതാണല്ലോ നല്ലത്. ആ കാൻഡിൽ സ്റ്റാൻഡ്സ് ഒക്കെ കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഇവിടുത്തെ എല്ലാ സ്റ്റാൻഡ്സും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിപ്പോൾ കേക്കിന്റെ ആവട്ടെ കാൻഡിലിന്റെ ആവട്ടെ എല്ലാം അടിപൊളിയാണ്. ഇനി നമ്മളൊരു ഹൽദി മെഹന്തി അങ്ങനത്തെ ഒക്കെ സെലിബ്രേഷൻ ആണെങ്കിൽ ചെയ്യാനായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ചെയറൊക്കെ കണ്ട് എന്ത് ഭംഗി, അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ സെലിബ്രേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ റെന്റിനെടുത്ത് യൂസ് ചെയ്യാം. ലൈഫിൽ ഒരു തവണയൊക്കെ അല്ലേ നമുക്ക് ഈ ഒരു മെഹന്തി അല്ലെങ്കിൽ ഹൽദി പോലുള്ള സെലിബ്രേഷൻസ് വരുള്ളൂ. അതിനായിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി വാങ്ങി കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ, റെന്റിനെടുക്കുന്നതാണ് ബുദ്ധി. അപ്പോൾ പല സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ പല ഷോപ്പിൽ പോയാലേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചിലപ്പോൾ കിട്ടാറുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഒരു സെലിബ്രേഷൻ എന്താണോ അതിനുവേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത് നമുക്ക് നോക്കി ഇഷ്ടമുള്ളത് എടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു കുഞ്ഞു വാവയൊക്കെയാണ്, നെയ്മിങ് സെറിമണിയാണ്, അല്ലെങ്കിൽ ബർത്ത്ഡേ ആകുമ്പോൾ കുറച്ചും കൂടെ വലിയ കുട്ടികളായിരിക്കും അല്ലെ. നെയ്മിങ് സെറിമണിയുടെ സമയത്തൊക്കെ അവർക്ക് കിടക്കാനായിട്ട് നല്ലൊരു ബെഡാണ്, നല്ല രസമുണ്ട്. ഇനി ഇത് നോക്കൂ, ഗ്രൂം ടു ബിയുടെ ഒരു ഡെക്കറാണ്. ഇത് എനിക്ക് തോന്നുന്നു 2 പാർട്ടായിട്ടാണ്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് കാറിലൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ ലൈറ്റ് ഒക്കെയാണ്. അപ്പൊ നമുക്കിത് വെക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ വീട്ടിലൊക്കെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത് കൊണ്ടുവച്ചാൽ തന്നെ ആ ഒരു ഇവന്റിന്റെ കളറ് മാറുകയാണ്. ഇനി കുട്ടികളൊക്കെ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും, ചെറിയ കുട്ടികളല്ലേ. അപ്പൊ ഇതുപോലുള്ള കാറൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഇതൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവര് ഹാപ്പി ആയിരിക്കുമല്ലേ. ഇത് നമുക്ക് ഓൺ ചെയ്യാനൊക്കെ പറ്റും, ഹോൺ അടിക്കും. കുറെ ഫങ്ഷൻസ് ഒക്കെ ഉള്ള ഒരു കാറാണ് കേട്ടോ. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. അവര് പിന്നെ കുറെ നേരം വാശിയൊന്നും പിടിക്കാതിരിക്കും. അപ്പൊ അവരുടെ ഒരു ഇഷ്ടാനുസരണം നമുക്ക് പാരന്റ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം കുട്ടികളുടെ കാര്യത്തിൽ. ഇനി വലിയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മുടെ ഒരു സെലിബ്രേഷൻ എങ്ങനെ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ എന്ത് ഭംഗിയാണ്, ഇവിടെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു വേറെ ലോകത്തെത്തിയ പോലെ തന്നെയാട്ടോ. പല ടൈപ്പ് ചെയേഴ്സ് ഉണ്ട്, പല ടൈപ്പ് ടേബിൾസ്, എല്ലാം പല ടൈപ്പ് ഉണ്ട്, ഒന്നല്ല. ഇപ്പൊ നമ്മൾ ഒന്ന് എടുക്കാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുകയല്ല, നമുക്ക് ഒരുപാട് ചോയ്സ് തന്നിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇങ്ങനെ കുറെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട്. ഇതിപ്പോ നമുക്ക് ഏത് ഫംഗ്ഷനും യൂസ് ചെയ്യാവുന്ന കുറെ ഐറ്റംസ് ആണ്. അപ്പൊ എന്തായാലും അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്ന് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കും. നമ്മളെ ഒരു പല്ല് വരുന്ന ആ ഒരു സമയം സെലിബ്രേറ്റ് ചെയ്യുന്നതും മുടി വെട്ടുന്ന സമയം സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇത് കാണുമ്പോഴാണ്. അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാരൻസിനൊക്കെ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി ഫോട്ടോ ബാനർ കണ്ടോ, നമ്മുടെ ഒരു കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് മന്ത് തൊട്ട് ഓരോ മാസവും വരുന്ന ഫോട്ടോസ് നമുക്കിതിൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഡെക്കറേഷൻ എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ തരത്തിൽ ഇക്കാലത്ത് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടോ അത് നമുക്ക് ചിലപ്പോൾ അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലാവും. കാരണം പല രീതിയിൽ പല സ്റ്റൈലിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. തീം ബേസ്ഡ് പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടുന്ന് റെന്റിനെടുത്ത് കൊണ്ടുപോകാം. സ്റ്റാർട്ടിങ് 2,999 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു മോഡല്. ഇപ്പൊ നമുക്കൊരു ടേബിൾ ഉണ്ട്, ഇപ്പൊ കേക്ക് ഒക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. അതുപോലെ ബാക്കിൽ നമുക്ക് നമ്മുടെ തീം എന്താണോ അതിനനുസരിച്ച് ഒരു പിക്ചർ ഇങ്ങനെ വെക്കാം. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് കണ്ടോ,
ഇങ്ങനെയുള്ള 3 ഐറ്റംസ് കൂടിയിട്ടാണ് ആ ഒരു റേഞ്ച്. പിന്നെ ഇതിന് നമുക്ക് ഇങ്ങനെ ബലൂൺസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഒരു തീമിന് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട ഐറ്റംസ് അത് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇതാണ് ആ ഒരു തീമിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ഇതാണ്. ഇതിന്റെ പല പല വേരിയേഷൻ ഉണ്ട്. അതുപോലെ ഇതിനേക്കാളും ഇതിന്റെ ഹയർ വേരിയേഷൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമ്മൾ അകത്തൊക്കെ കണ്ടത് അതിലാണ്. അങ്ങനെ ഒരു 25 വേരിയേഷൻ വരുന്നുണ്ട് ഈ ഒരു തീം ബേസ്ഡ് പ്രോപ്പർട്ടീസിൽ. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് കാറിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന തരത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു സെലിബ്രേഷൻ എന്താണെങ്കിലും ഇനി അത് കുറഞ്ഞ ചെലവിൽ നടത്താനായിട്ട് പറ്റും. നമ്മൾ മേക്ക് മൈ പാർട്ടിയിൽ വന്ന് പോവുകയാണെങ്കിൽ അത് തൃശ്ശൂർകാർക്കും കൊച്ചിക്കാർക്കും മാത്രമല്ല ഇനി കോഴിക്കോടുകാർക്കും സാധ്യമാണ്. നമ്മുടെ പന്തീരങ്കാവ് ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ മേക്ക് മൈ പാർട്ടിയുടെ പുതിയ ഈ ഒരു സ്റ്റോറിൽ വരാം. നമ്മുടെ ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് നമ്മുടെ ഒരു സെലിബ്രേഷൻ കളർഫുൾ ആക്കാം.